അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ലഡു ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഈ സീഡ്സ് വെച്ചിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പംകിൻ സീഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ചിയ സീഡ് ഉണ്ട്, അതുപോലെ കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഫസ്റ്റ് പൗഡറാക്കി വെച്ചിട്ടു. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിനെ കൂടി എടുത്ത്. പിന്നെ ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ചോറ് വയ്ക്കുന്ന അരി എടുക്കുക. അതിനെ ഒന്ന് നന്നായി വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം നന്നായി പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്കത് ഓഫാക്കാം. കരിഞ്ഞു പോവാതെ നോക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ ശർക്കര എടുത്തു, ആവശ്യത്തിനനുസരിച്ച് ശർക്കര പാനി ഉണ്ടാക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതുകൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ചൂടാക്കി. പിന്നെ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമേ. പിന്നെ നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച എല്ലാ പൊടികളും അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ നല്ല നെയ്യ് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതും കൂടി ചേർത്ത് കൊടുത്തു. നമ്മുടെ ബോൾസിന് ഞാൻ കയ്യിലിട്ട് ഉരുട്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ബൈ ബൈ.